എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, പ്രത്യേകിച്ചും കൾച്ചറൽ പ്രോഗ്രാം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ 3:30 വരാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ സജീവ് പറഞ്ഞു നേരത്തെ വന്നാൽ ഇവിടുത്തെ പല കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, ഇത് കാണാമെന്ന് പറഞ്ഞു. അതിൽ കാണാൻ പറ്റിയതിൽ വളരെ നല്ല പ്രോഗ്രാമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേർക്ക് വൈഫും വന്നിട്ടുണ്ട്. ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് കുട്ടികളുടെ അക്ഷരസ്ഫുടതയാണ് എനിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്തത്. അത്രയും ആ ലെവലിൽ വരെ ടീച്ച് ചെയ്ത് ഇതിലേക്ക് എത്തിച്ചതിൽ ഞാൻ ടീച്ചേഴ്സിനെയും ഓർഗനൈസേഴ്സ് നന്മ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയാളത്തിൽ പറയാൻ കുറച്ച് വിഷമമുണ്ട്. ഇൻ ദ സെൻസ് സോറി പെട്ടെന്ന് ഒരു ദിവസം മലയാളത്തിലേക്ക് മാറാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അധികമൊന്നും മലയാളം പഠിച്ചിട്ടില്ല. 7ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. പിന്നീട് സംസ്കൃതമായിരുന്നു. അപ്പം എനിക്ക് സംസ്കൃതം അറിയില്ല, മലയാളം അറിയില്ല. ഇപ്പോൾ അതാണ് കണ്ടീഷൻ. ഇങ്ങനെ കുറേ വാക്കുകൾ വരും. മലയാളമായിട്ട് എനിക്കുള്ള ബന്ധം 2 തരത്തിൽ. വൈസ് ചാൻസലർ, അതിൻ്റെ മലയാളം എന്താണ് അറിയില്ല. വൈസ് ചാൻസലർ ആയിരിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ PhD ചെയ്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല. തിരിച്ച് വൈസ് ചാൻസലറായി ചെന്നപ്പോൾ അതിൻ്റെ പേര് കുസാറ്റ് എന്നായി. ഞാൻ പറഞ്ഞു, ഞാൻ കുസാറ്റ് മാറ്റിയിട്ട് സുസാറ്റാക്കാം. അതാണ് എൻ്റെ ഉദ്ദേശം. എത്രത്തോളം പറ്റിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ചൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മലയാളം മനോരമ എപ്പോഴും എഴുത്തിനെടുത്തുന്ന പരിപാടി. എറണാകുളത്ത് ഞാൻ എപ്പോഴും പോകുന്നു. 4 കൊല്ലം അവിടെ പോയിട്ടുണ്ട്. എന്നെ അടുത്ത് എപ്പോഴും വരുന്നത് സിനിമാ നടൻ ജയറാമാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. എല്ലാവർക്കും എഴുത്തിനെത്താൻ വേണ്ടത് ജയറാമിൻ്റെ ഒപ്പമാണ്. കാരണം എഴുത്തിനെത്തിക്കഴിഞ്ഞാൽ ജയറാമിൻ്റെ ഒപ്പം പാരൻസും കുട്ടിയും കൂടിയിട്ടൊരു ഫോട്ടോ എടുക്കുന്നു. അവർക്ക് താല്പര്യം. ഞാനിവിടെ ഈ ചാറ്റിക്കൊണ്ടിരിക്കും. എല്ലാവരും പുറത്തവരും ലീലാതി ടീച്ചറും എല്ലാം ഉണ്ട്. അവർക്ക് പോപ്പുലർ ആൾക്കാരാണ്. അവരുടെ അടുത്തും കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഓരോ കൊല്ലം 100-120 പേരൊക്കെ ഞാൻ എഴുത്തിനെടുത്തിട്ടുണ്ടാവും. 3ാമത്തെ കൊല്ലം 2-3 ഫാമിലികൾ വന്നിട്ട് പറഞ്ഞു, നിർബന്ധിച്ചു. സാറ് തന്നെ എൻ്റെ കുട്ടിയെ എഴുത്തിലെത്തണമെന്ന് പറഞ്ഞിട്ട് വന്നു. മനോരമക്കാർ വന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യത്തെ കുട്ടി ഞാൻ എഴുത്തിനെടുത്തി ആക്സിഡൻ്റലായിട്ട്. കിൻഡർ ഗാർഡൻ KG ക്ലാസ് ഫസ്റ്റാണ്. അപ്പോൾ 2ാമത്തെ കുട്ടി ഞാൻ തന്നെ എഴുത്തിനെടുത്തി. ശരി, സമ്മതിച്ചു. എഴുത്തിനെടുത്തി. 4 കൊല്ലം ഞാൻ ചെയ്തു. പ്രോബ്ലി പാടില്ല. ഒരു 400-500 പേരെ ഞാൻ എഴുത്തിനെടുത്തിട്ടുണ്ടാവും. അപ്പം എനിക്കുള്ള പേടി എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ എൻട്രൻസൊക്കെ എഴുതാതെ എൻട്രൻസ് കിട്ടി IIT-യിലൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വെടിവെച്ചു. അതുകൊണ്ട് ഞാൻ നേരെ അമേരിക്കയ്ക്ക് തിരിച്ചു വന്നു. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു 6-7 കൊല്ലം കേരളത്തിലേക്ക് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഒരു മലയാളമായിട്ടുള്ള ഒരു ബന്ധം. പിന്നെ ഓഫ് കോഴ്സ് ഈ കുട്ടികൾ ഇന്നിപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ്. തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല. പട്ടാമ്പിലാണ് സ്ഥലം, പക്ഷേ തൃശ്ശൂരാണ്. കോളേജിൽ പഠിച്ചിരിക്കുന്നത് അവിടെയാണ്. ഈ പൂരവും മറ്റ് ഇത് പൂരത്തിൻ്റെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും ആസ്വദിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ പൂരം 5 കൊല്ലം എല്ലാതും കണ്ടിട്ടതാണ്. 6-8 പൂരം വരിക. അതൊക്കെ ഇവിടെ റെഫർ ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്. അതിൻ്റെ ഒപ്പം ഒരു കുമാരനാശാൻ്റെ ഒരു കവിത പാടി. അതിലുള്ള മുല്ലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
ഞാൻ അറിഞ്ഞനുഭവിച്ചിട്ടുള്ള ആളാണ് എൻ്റെ ഏജിൽ, എൻ്റെ കുട്ടിക്കാലത്ത്. പക്ഷെ ഇപ്പോൾ ആർക്കും അതൊന്നും ആ പൂക്കളും ആ മരങ്ങളും അശോകമരമൊന്നും ആർക്കും അറിയുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റിൽ അതിനൊരു അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നെന്നും നമുക്കത് വേണമെന്നുള്ളതും തോന്നിപ്പിക്കാനായി അത് ഇടവരുത്തിയിട്ടുണ്ട് ഈ പരിപാടി. ഇതിൻ്റെ ഒപ്പം മലയാളമായിട്ട് ഞങ്ങളുള്ള റിലേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഞങ്ങളുടെ കുട്ടികൾ അമേരിക്കയിൽ വന്നപ്പോൾ 6 വയസ്സും 4 വയസ്സായിരുന്നു. സോൾട്ട് ലേക്ക് സിറ്റിയിലാണ് ഞങ്ങൾ വന്നത് 97. ആ സമയത്ത് അവിടെ ഇന്ത്യക്കാരില്ല, മലയാളികളൊട്ടുമില്ല. അവരെ എങ്ങനെ മലയാളം പഠിപ്പിക്കണം, മലയാളത്തിൽ എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നു. പക്ഷേ നോബഡി ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ളത് കാറിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ആകുമ്പോൾ മലയാളം സിനിമാ പാട്ടുകൾ വയ്ക്കും. അപ്പോൾ കണ്ടീഷനിലാണ് പകുതി ഇംഗ്ലീഷ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പകുതി മലയാളം. ബട്ട് സ്റ്റിൽ അവർക്കൊരു കണക്ഷൻ കിട്ടുമല്ലോ. പിന്നീട് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. പിന്നെ അതിനേക്കാളും ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത് വൈഫ് ഉഷയാണ്. വരാൻ പറ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്? ഓക്കെ, അവിടെ അല്ലേ ഉണ്ടോ? എല്ലാവർക്കും മലയാളത്തിൻ്റെ നന്മയും മധുരവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ആദ്യമായി പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലാണ്. അതുപോലെ നിങ്ങളുടെ പലരുടെയും മാതാപിതാക്കളും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മലയാളം പഠിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ കാര്യമല്ല, അതൊരാവശ്യം കൂടിയായിരുന്നു. മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും സമൂഹത്തിലെ മറ്റുള്ളവരോടും സംവദിക്കുന്നതിന് ഞങ്ങൾക്ക് മലയാളം ആവശ്യമായിരുന്നു. പക്ഷെ മറ്റൊരു രാജ്യത്ത് വന്ന് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് പഠനത്തിനോ ജോലിക്കോ സമൂഹത്തിൽ ഇടപെടുന്നതിനോ മലയാളം ആവശ്യമില്ല. മാത്രമല്ല, അത് പഠിക്കാനും അത് ഉപയോഗിക്കാനും സമയവും കൂടുതൽ പ്രയത്നവും ആവശ്യമുണ്ട്. എന്നിട്ടും നിങ്ങൾ അതിന് താല്പര്യമെടുത്ത് അതിന് സമയം കണ്ടെത്തി അത് ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നി. അതോടൊപ്പം നിങ്ങൾക്ക് ശക്തമായ പിന്തുണയും സഹായവും നിർദ്ദേശങ്ങളും നൽകി കൂടെ നിൽക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞാൻ വളർന്നതും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ചെയ്തതും ഇടപ്പള്ളിയിലാണ്. ഇപ്പം ഇടപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ മനസ്സിലേക്ക് വരിക ഒരു മെട്രോ ട്രെയിനിലുള്ള യാത്രയോ ലുലു മാളിലെ ഒരു ഷോപ്പിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷെ അന്ന് ഞങ്ങളൊക്കെ അഭിമാനം കൊണ്ടിരുന്നത് ചങ്ങമ്പുഴയുടെ നാടാണ് എന്നുള്ളതിലാണ്. അപ്പം ചങ്ങമ്പുഴ കവിതകളോടൊപ്പം വളർന്നതുകൊണ്ടായിരിക്കും എനിക്ക് മലയാള സാഹിത്യത്തിലുള്ള ഇഷ്ടത്തിൽ കുറച്ച് കൂടുതൽ താല്പര്യം കവിതകളോടായിരുന്നു. അപ്പം ഇന്ന് വാഴക്കുഴയിലൂടെയും കാവ്യനർത്തകിയിലൂടെയും മറ്റ് അനേകം കവിതകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച പല കവിതകളും ഇവിടെ വീണ്ടും കേൾക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം തോന്നി. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് വേറൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം പങ്കുവയ്ക്കാനില്ല. ഞങ്ങൾ സോൾട്ട് ലേക്ക് സിറ്റിയിൽ യൂട്ടയിൽ വന്ന സമയത്ത് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുട്ടികളെന്ന് കിൻഡർ ഗാർഡൻ എലിമെൻ്ററി സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഹൈസ്കൂളിലെത്തിയപ്പോൾ IB പ്രോഗ്രാമിലാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് പ്രോഗ്രാം. അത് തുടങ്ങിയത് ഒരു ഡിപ്ലോമാറ്റ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയപ്പെടുന്നു. അതായത് അവർക്ക് പല രാജ്യങ്ങളിലും പല സ്ഥലത്തും ജോലി മാറി പോകുമ്പോൾ അവരുടെ കുട്ടികൾക്കൊരു പഠന തുടർച്ച ഉണ്ടാകാൻ വേണ്ടി തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ അവർക്കൊരു ഇംഗ്ലീഷിനോടൊപ്പം ഒരു വേൾഡ് ലാംഗ്വേജ്
ഒരു ലോക ഭാഷയും കൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സ്കൂളിൽ അതിനുള്ള അവസരം ജർമ്മനോ ഫ്രഞ്ചോ സ്പാനിഷോ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ മൂത്ത മകൻ ഫ്രഞ്ചും രണ്ടാമത്തെ ആൾ സ്പാനിഷും പഠിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ഇതിന് മലയാളം പഠിക്കാൻ വല്ല അവസരം ഉണ്ടാവുന്നില്ലേ. ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് ഒരു IBയിലൊരു ലിസ്റ്റ് ഓഫ് വേൾഡ് ലാംഗ്വേജസ് ഉണ്ട്. ഏകദേശം 70ഓളം ഭാഷകൾ, ലോക ഭാഷകളുണ്ട്. അതിൽ ഹിന്ദി ഉണ്ട്, പക്ഷെ മലയാളം കണ്ടില്ല. അത് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം, പക്ഷെ അത് നമ്മുടെ ചുമതലയാണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി എന്ന പേരിൽ അത് പഠിക്കേണ്ട ചുമതല മുഴുവൻ നമ്മൾക്കാണ്. പിന്നെ പരീക്ഷ മറ്റുള്ളവരുടെ പോലെ തന്നെ മറ്റ് ഭാഷകളുടെ പോലെ തന്നെ എഴുതണം. അപ്പം ഞങ്ങൾ മകനുമായിട്ട് സംസാരിച്ചു. പറഞ്ഞു എന്തായാലും ഞാനൊരു പുതിയ ഭാഷ പഠിക്കാൻ എന്തുകൊണ്ടും മലയാളം പഠിച്ചുകൂടാ. എനിക്ക് നാട്ടിൽ ചെന്നാൽ അവരോട് സംസാരിക്കാൻ കൂടുതൽ മനസ്സിലാക്കാം, സംസ്കാരവും കാര്യങ്ങളും എന്ന് പറഞ്ഞങ്ങനെ തുടങ്ങി. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയി കുറേ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നു, ഹൈസ്കൂൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ പഠിക്കാൻ, അത് വെച്ച് പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പോൾ പക്ഷെ മലയാളം ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, ഈ ലിസ്റ്റിലേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കണം. അപ്പോൾ അതിനൊരു റീസണൊക്കെ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ വലിയ ലെറ്ററൊക്കെ എഴുതി സ്വിറ്റ്സർലൻഡിൽ അവരുടെ ആസ്ഥാനത്തിലൊക്കെ അയച്ചു. ഇങ്ങനെ ഇവരിത് പഠിച്ചാൽ വളരെ നന്നായിരിക്കും, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി അവസാനം അവർ അനുവദിച്ചു, അത് അപ്രൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ മലയാളത്തിലെ ക്ലാസിക് പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒട്ടും കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ച് MTയും ഉറൂപ്പും മധുക്കുട്ടിയും ബഷീറും പോലെ എല്ലാം വളരെ പേരുകേട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ ലിസ്റ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ മലയാളം കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സീനിയർ ഇതിലെത്തിയപ്പോഴാണ് പറഞ്ഞത് ഈ പരീക്ഷയുടെ ഘടനയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത്. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞങ്ങളൊന്നും ബോധിക്കിട്ടുമെന്ന് പറയാം. മകനും പേടിച്ചുപോയി. കാരണം മറ്റ് ഭാഷകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചൊരു എക്സാമിന് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും, ഒരു 2-3 വാചകത്തിലോ കൂടി വന്നാൽ പാരഗ്രാഫിലോ ഒതുക്കാവുന്ന തരത്തിൽ എഴുതിയാൽ മതി. ഇത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡിയിൽ അവർ കരുതുന്നത് ഈ കുട്ടിക്ക് മലയാളം നന്നായിട്ട് അറിയാം, പിന്നെ ഹൈസ്കൂളിലും കൂടി തുടരുന്നോന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ എഴുത്തും വായനയും സംസാരവും എല്ലാം അതിലെല്ലാം മലയാളത്തിനുള്ള പ്രാവീണ്യം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പരീക്ഷ മുമ്പായിട്ടൊരു പ്രോജക്റ്റ് മലയാളത്തിലൊരു ഉപന്യാസം എഴുതണം, 5-6 പേജിൻ്റെ. മകനത് കേട്ട് പനി പിടിച്ച് കുറച്ച് ദിവസം കിടക്കുന്നു. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു ഇത് പറ്റുമോ, അതോ ഇനി തിരിച്ച് ഫ്രഞ്ചിലേക്ക് പോയിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചത് പരീക്ഷ എഴുതുകയാണോ നല്ലത്. വളരെ ധൈര്യത്തിൽ പറഞ്ഞു ഇല്ല എന്തായാലും ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉപന്യാസം ഒരു താരതമ്യ പഠനമാണ്. വേൾഡ് ക്ലാസിക്കും മലയാളം ക്ലാസിക് ബുക്കും തമ്മിലുള്ള താരതമ്യ പഠനം. അങ്ങനെ ദിവസങ്ങളോളം നമ്മൾ കൂടെ ഇരുന്ന് സംബന്ധിച്ചു. അപ്പം ഇവർ നമ്മളിപ്പോൾ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കും, ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഇവിടെ കുട്ടികളെ ഇംഗ്ലീഷിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അത് മലയാളം ഇംഗ്ലീഷിലേക്ക് മാറ്റി അത് മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം ഇംഗ്ലീഷിൽ ചിന്തിച്ച് അത് മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യുക, അങ്ങനെയൊക്കെ എഴുതി. അതിന് പരീക്ഷാ ദിവസം വേറെ കുറേ ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ ഓരോ പാരഗ്രാഫിലൊക്കെ ഉത്തരം എഴുതാനുള്ളതുണ്ട്. പിന്നെ മലയാളത്തിൽ സംസാരിക്കണം. ഒരു കുറച്ച് ഈ പുസ്തകങ്ങൾ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിൻ്റെ സ്ഥാനമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ 4-കെട്ടിലെ ആ ഉണ്ണിയുടെ മാനസിക സംഘർഷത്തിൻ്റെ ഇതിൽ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം അനലൈസ് ചെയ്യാനൊക്കെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ആലോചിച്ച് 10 മിനിറ്റിൽ പ്രസംഗിക്കണം. അതിപ്പോൾ അവിടെ മലയാളം സംസാരിക്കുന്ന അധ്യാപകരൊന്നും ഇല്ലാത്തവരെ ആരെങ്കിലും റെക്കോർഡ് ചെയ്ത് ഒരു ഓഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇത് IBയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതൊക്കെ വാല്യുവേഷൻ നടത്തുന്നത് പുറത്ത് നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടാണ്. മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അപ്പോൾ കേരളത്തിലേക്ക് അയക്കാണ്ട് പോയിട്ടുണ്ടാകുക. അവിടെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ ഇത് വായിച്ചും കേട്ടും പേടിച്ചു പോയോ ബോധം കേട്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവർ കംപ്ലീറ്റ് ചെയ്തു, പാസ്സായി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അത്
ഇതിലിപ്പോഴും ഞങ്ങൾക്കൊരു അഭിമാനം IB-യിൽ ഞങ്ങൾ മലയാളം വേൾഡ് ലാംഗ്വേജിൽ മലയാളം ചേർക്കാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷമുണ്ട്. അത് പിന്നീട് ആരെങ്കിലും ഉപയോഗിച്ചോ അതിപ്പുറം വരുന്നോ നമുക്ക് അറിയില്ല. സന്തോഷം. കുറച്ച് കൂടുതൽ നേരം സംസാരിച്ചെങ്കിലും ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട ഒരു ഇതായതുകൊണ്ട് ആണ് ഞാനത് നിർബന്ധിച്ചത്. ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. സോ 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, ആൾക്കാർക്ക് യൂസ് ഇല്ലാത്ത ഒരു ഡോക്ടറാണ്, PhD. പിന്നെ ഇങ്ങനൊരു ഓക്കെ ഇതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടത് ആ മുമ്പിലിരിക്കുന്ന കുട്ടിയോട് ഞാൻ മിടുക്കിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു മിടുക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇമ്മീഡിയറ്റ്ലി വന്നു സ്മാർട്ട്. അതാണ് തെളിവ് നന്നായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ. നിങ്ങൾ കൺഗ്രാജുലേഷൻസ് ഫോർ നന്മ. ആൻഡ് ഓഫ് കോഴ്സ് NSS ഒരു എൻ്റെ ടോപ്പ് അംബ്രല്ല ഓർഗനൈസേഷൻ ഇതിങ്ങനെ കണ്ടക്ട് ചെയ്യാൻ അവർക്ക് തോന്നിയത്, NSS-ന് തോന്നിയതിൽ സന്തോഷം. ഞങ്ങൾ ഹ്യൂസ്റ്റണിലായിരുന്നപ്പോൾ NSS ആയിട്ടൊരു അവിടെ അത് അന്നുണ്ടായിരുന്നില്ല, എപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓർഗനൈസ്ഡ് ആയിട്ട് മലയാളം പഠിപ്പിക്കുന്ന പരിപാടി ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ആയിട്ടുണ്ടോ എനിക്കറിയില്ല ഇപ്പോൾ. സോ എല്ലാവർക്കും ഇത് ഓർഗനൈസ് ചെയ്ത് ഈ ലെവലിൽ എത്തിച്ചതും ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് ബോധ്യപ്പെട്ടു. അക്ഷരസ്ഫുടതയും പറഞ്ഞ ഈ എക്സാമ്പിളെല്ലാം കാരണം അത് ബോധ്യപ്പെട്ടു. ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.